എനിക്ക് ജയിക്കാനായിട്ട് സാധിച്ചില്ലല്ലോ, ഇത്രയധികം ജനങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും ഉണ്ടായിട്ട് എനിക്ക് ജയിക്കാനായിട്ട് സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമം തീർച്ചയായിട്ടും 10 ലക്ഷം രൂപ അനീഷിന് സന്തോഷത്തോടെ തരികയാണ് എന്ന് പറഞ്ഞപ്പോ, പൈസ എന്ന് പറയുന്നത് ആര് എപ്പോൾ തന്നാലും വേണം, പൈസ വേണ്ടെന്ന് ആരെങ്കിലും പറയും. ഈ ഒരു സംഭവം ബിഗ് ബോസ് വീടിനകത്ത് വെച്ച് തന്നെ അനീഷ് നമ്മളോട് പറഞ്ഞുള്ള ഒരു കാര്യമാണ്. എൻ്റെ മുന്നോട്ടും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. സാർ ഇത് വളരെ തമാശപൂർവ്വം സാറിന്റെ ഭാര്യ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇല്ലാത്തൊരു കാലം വരുമ്പോൾ നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞ കാര്യമാണ്, ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ പ്രൈസ് മണി കൊടുക്കാൻ റോയ് സാർ ഇല്ല. എന്താല്ലേ, എനിക്ക് ഭയങ്കര സങ്കടം. പക്ഷെ അനീഷിന് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം സാധാരണക്കാരിൽ നമ്മളിൽ ഒരാളായിട്ടാണ് അനീഷ് അവിടെ പോയത്. ഇപ്പോഴാണല്ലോ സെലിബ്രിറ്റി ഒക്കെ ആയത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് താരം അനീഷ് ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം റോയ് സാറിന് സംഭവിച്ച ആ ഒരു വാർത്ത വളരെ ഷോക്കോട് കൂടിയിട്ടാണ് അനീഷ് അത് കേട്ടത്. അപ്പോൾ അതിൻ്റെ ആ സമയത്ത് എന്താണോ തനിക്കുണ്ടായ അനുഭവം, ആ ഒരു മാനസികാവസ്ഥ പങ്കുവെച്ചുകൊണ്ടാണ് കേട്ടോ അനീഷ് എത്തിയിരിക്കുന്നത്. അതാണ് നിങ്ങൾ തുടക്കം കണ്ടത്. നമുക്ക് അനീഷിന് പറയാനുള്ളത് മുഴുവനായിട്ട് കേൾക്കാം. ഒരു വാർത്ത ഞാൻ അറിയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. കാരണം കോടന്നൂർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള എന്നെ ചേർത്ത് പിടിക്കാനായിട്ട് അദ്ദേഹം കാണിച്ച ഒരു വലിയ മനസ്സുണ്ട്. അപ്പൊ ആ മനസ്സ് ഞാൻ നേരിട്ട് അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് കേരളത്തില് ഇത്രയധികം പോപ്പുലർ ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാവരും ആരാധിക്കുന്ന ഒരു ബിസിനസ് ടൈക്കൂൺ എന്നൊക്കെ പറയുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നറിഞ്ഞപ്പോ ശരിക്കും അതൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ ഒരുപാട് ആളുകൾ എന്നെ വീട്ടിലേക്കും അതുപോലെ തന്നെ എന്റെ ഫോണിലേക്കും ഒക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ പറയുന്നുണ്ടായിരുന്ന ഒരു കാര്യം, ഞങ്ങളുടെ മനസ്സിൽ അനീഷ് വിജയിക്കും എന്നുള്ളതായിരുന്നു. അതുപോലെ അനീഷിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത്. അങ്ങനെ എല്ലാവരും, എന്നെ പരിചയപ്പെടുന്ന ഭൂരിഭാഗം ആളുകളും എന്നോട് അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോ എനിക്കും ഒരു മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം അയ്യോ, എനിക്ക് ജയിക്കാനായിട്ട് സാധിച്ചില്ലല്ലോ, ഇത്രയധികം ജനങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും ഉണ്ടായിട്ട് എനിക്ക് ജയിക്കാനായിട്ട് സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതുകൂടാതെ ഞാൻ ഈ ഷോയ്ക്ക് വേണ്ടി പോകുമ്പോ അധികം ആരും തന്നെ എന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോ എനിക്ക് ഇത്രയും ദിവസത്തെ ഡ്രസ് ആണെങ്കിലും മറ്റ് ബിഗ് ബോസിലേക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഒക്കെ ആണെങ്കിലും എനിക്ക് സ്വന്തം ചെലവിലാണ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ അതൊരു കുറച്ചൊക്കെ ഒരു ഫിനാൻഷ്യൽ ബർഡൻ എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കിയിരുന്നു. അതുപോലെ 2 വർഷക്കാലമായിട്ട് ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് ഇരിക്കുകയായിരുന്നു. അപ്പൊ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എനിക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു സമയത്ത് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കുള്ളിൽ സാർ എന്നെ വിളിച്ച് 10 ലക്ഷം രൂപ അനീഷിന് സന്തോഷത്തോടെ തരികയാണ് എന്ന് പറഞ്ഞപ്പോ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ വലുതായിരുന്നു. പൈസ എന്ന് പറയുന്നത് ആര് എപ്പോൾ തന്നാലും വേണം, പൈസ വേണ്ടെന്ന് ആരെങ്കിലും പറയോ? ആരും പറയില്ല. നമുക്ക് ഫുഡ് മതിയായിട്ടുണ്ടെങ്കിൽ അയ്യോ എൻ്റെ വയറ് നിറഞ്ഞ ഫുഡ് മതി, ഒരുപാട് നമുക്ക് ഡ്രസ്സൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയ്യോ എനിക്ക് കുറേ ഡ്രസ്സായിരിക്കും, അതിൻ്റെ അലമാരിലൊക്കെ സ്ഥലമില്ല എന്ന്. പക്ഷെ പൈസ നമ്മൾ വേണ്ടെന്നറിയില്ല, എത്ര കിട്ടിയാലും വേണം. അത് ഉള്ളവനായിക്കോട്ടെ ഇല്ലാത്തവനായിക്കോട്ടെ. ഇപ്പം ഈ ഒരു സംഭവം ബിഗ് ബോസ് വീടിനകത്ത് വെച്ച് തന്നെ അനീഷ് നമ്മളോട് പറഞ്ഞുള്ള ഒരു കാര്യമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു സാറ്റർഡേയിലെ ലൈവിലാണ് ഇത് നമ്മൾ ലൈവിൽ കാണുന്നത്. എപ്പിസോഡിൽ അത് കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അനീഷ് അത് അനുമോളുടെ അടുത്തും ആദില, നൂറ അവരുടെ അടുത്താണ് ഇന്ന് പറയുന്നത്. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പൈസ വാങ്ങിയിട്ടാണ് വന്നത്. ആദ്യം അവൻ എനിക്ക് കുറച്ച് പൈസ അയച്ചു തന്നു, ഞാൻ എനിക്ക് വേണ്ട ഡ്രസ്സുകളൊക്കെ വാങ്ങി. അത് കഴിഞ്ഞപ്പോൾ അവൻ എന്നെ വിളിച്ചു ചോദിച്ചു പൈസയൊക്കെ തികഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ അനീഷ് പറഞ്ഞു തികഞ്ഞു എന്ന് ഓക്കെ പറഞ്ഞു. അപ്പോൾ അനീഷിന്റെ സൗണ്ട് കേട്ടപ്പോൾ സുഹൃത്തിന് മനസ്സിലായി തികഞ്ഞിട്ടില്ല എന്ന്. വീണ്ടും അവൻ പൈസ അയച്ചു തന്നു എന്നൊക്കെ വളരെ സന്തോഷത്തോടു കൂടി സുഹൃത്തിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അതായത് പൈസയ്ക്ക് അത്രയ്ക്ക് ആവശ്യമുണ്ട്. അനീഷിനെ സ്പോൺസർ ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സെലിബ്രിറ്റീസ് ഒക്കെയാണ് ബിഗ് ബോസിൽ പോകുന്നുണ്ടെങ്കിൽ അത് കൊളാബും കാര്യങ്ങളൊക്കെ തരും, ഇന്ന ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഒരു മിക്കവർക്കും അത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അനീഷിന് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം സാധാരണക്കാരിൽ നമ്മളിൽ ഒരാളായിട്ടാണ് അനീഷ് അവിടെ പോയത്. ഇപ്പോഴാണല്ലോ സെലിബ്രിറ്റി ഒക്കെ ആയത്. അനീഷ് അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഡ്രസ്സിനും, നിങ്ങളൊന്ന് ആലോചിക്കണം 100 ദിവസത്തേക്കുള്ള ഡ്രസ്സ്. അനീഷ് റിപ്പീറ്റിൽ ഇട്ട ഡ്രസ്സൊക്കെ തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും ചിലവുകളുണ്ടല്ലോ. അങ്ങനെ കടമൊക്കെ വാങ്ങിയിട്ടാണ്, മറ്റുള്ളവരിൽ നിന്നൊക്കെ പൈസ വാങ്ങിയിട്ടാണ് അനീഷ് പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെതായ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് റോയ് സാറ് വരുന്നത്. റോയ് സാർ ഒന്ന് 10 ലക്ഷം രൂപ കൊടുക്കുന്നത്. അത് അനീഷിനല്ല ആരെ സംബന്ധിച്ചാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അപ്പം അനീഷ് അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് കേട്ടോ സാറിൻ്റെ വിയോഗത്തെ തുടർന്ന് എത്തിയിരിക്കുന്നത്. ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. സാറിനെ ഇത്രയും പണക്കാൻ നിങ്ങൾ ഓർക്കണം, 1% പോലും ലയബിലിറ്റി ഇല്ലാത്തൊരു ബിസിനസ് മാൻ.
ഒരു ശതമാനം പോലും പുള്ളിക്ക് കടമില്ല, ലയബിലിറ്റി ഇല്ല. കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും എല്ലായിടത്തും പ്രോജക്റ്റുകളുണ്ട് ആൾക്ക്. എന്നിട്ട് പോലും 1% പോലും ലയബിലിറ്റി ഇല്ലാതെ ഫാമിലി ആണെങ്കിലും എനിമീസ് പോലും ഇല്ല. സാധാരണ ബിസിനസ്സുകാർക്ക് ശത്രുക്കളുണ്ടാവും, പക്ഷെ പുള്ളിക്ക് ശത്രു പോലും ഇല്ല, എനിമിയും ഇല്ല. എല്ലാവർക്കും നല്ലത് മാത്രമേ ഈ മനുഷ്യനെ കുറിച്ച് പറയാനുള്ളൂ. ഞാനൊക്കെ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്നൊക്കെ കേട്ട് വന്നത് ഐഡിയ സ്റ്റാർ സിംഗറിലെ കിട്ടുന്ന 1 കോടിയായിരുന്നു തോന്നുന്നു ആ സമയത്തൊക്കെ. അത് കൊടുത്തു വരുന്നു. പിന്നെ ബിഗ് ബോസിൻ്റെ വിന്നർക്കുള്ള പ്രൈസ് മണി കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഞാൻ ഈ പുള്ളിനെ കുറിച്ച് കൂടുതലായിട്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ ആണെങ്കിലും റോയ് സാറിനെ കുറിച്ചൊക്കെ ആണെങ്കിലും കേട്ടു വരുന്നത്. സത്യം പറയട്ടെ, ഇനിയിപ്പോൾ അടുത്ത സീസൺ മുതൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തന്നെ ആയിരിക്കും സ്പോൺസറിങ് ഒക്കെ, പ്രൈസ് മണി സ്പോൺസറിങ് ഒക്കെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഒക്കെ തന്നെ ആയിരിക്കാം. നമുക്കറിയില്ല, ആരെയൊന്നും പ്രതീക്ഷിക്കാം. എങ്കിൽ റോയ് സാർ ഇല്ലാത്ത ഒരു വിന്നറിന് പ്രൈസ് മണി കൊടുക്കുമ്പോൾ റോയ് സാർ ഉണ്ടാവില്ല. ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ റോയ് സാറാണ് പ്രൈസ് മണി കൊടുക്കുന്നത്. ലാലേട്ടൻ്റെ കൂടെ നിന്നിട്ട് ലാലേട്ടനും റോയ് സാറും കൂടി ഒരുമിച്ചാണ് ആ വിന്നർക്ക് ആ പ്രൈസ് മണി കൊടുക്കുന്നത്. ഇനി റോയ് സാർ ഇല്ല, ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ പ്രൈസ് മണി കൊടുക്കാൻ റോയ് സാർ ഇല്ല. എന്താല്ലേ, എനിക്ക് ഭയങ്കര സങ്കടം. എനിക്ക് ഒരു പരിചയമില്ല, ഇങ്ങനെ ഇത് ഷോ കണ്ടു പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർക്കൊക്കെ നേരിട്ട് കണ്ടും ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ എന്തോ അത്ര സങ്കടം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു റോയ് സാറ് അനുമോളെ കൺഗ്രാറ്റ്സ് കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ അനീഷിനെ ഹഗ് ചെയ്തിട്ടാണ് കൊടുക്കുന്നുണ്ടായിരുന്നത്. അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എനിക്ക് അന്ന് ആ ഒരു ഫിനാലെ വേദിയിൽ വെച്ച് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൾ പുറത്തിറങ്ങി 1 മാസത്തിനുള്ളിൽ തന്നെ 10 ലക്ഷം രൂപയും കൊടുത്തു. അപ്പോൾ ഇവർക്കൊക്കെ എന്തുമാത്രം സങ്കടം ഉണ്ടാവും, എത്രമാത്രം ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് ആയിരിക്കും അല്ലേ. എന്തായാലും ഭയങ്കര വിഷമമായിപ്പോയി. അനീഷ് എന്തിന് ഇത്രയും ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട്, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പൈസ കിട്ടിയില്ലേന്ന്. അനീഷ് ഒരു സാധാരണക്കാരനായിട്ടാണ് പോയത്. ഡെയിലി ഉള്ള എമൗണ്ട് അധികം ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ ഇവർക്ക് ഒരുമിച്ച് തന്നെ ബിഗ് ബോസ് പൈസ കൊടുക്കുകയല്ല, ഓരോരോ ഘട്ടമായിട്ടാണ് പൈസ കൊടുക്കുന്നത്. ഒരുപക്ഷെ അവർ പുറത്തിറങ്ങി 1 വർഷത്തിനുള്ളിലൊക്കെ ആയിരിക്കും ഇവർക്ക് ഈ ഒരു എമൗണ്ട് കിട്ടുക. അതുവരെ അവർക്കുള്ള ബുദ്ധിമുട്ടും പൈസക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒരു ഫേസ് ചെയ്യേണ്ടി വരും. ഈ ഒരു കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്തോട്ടെ. ഇപ്പൊ ആദ്യമൊക്കെ എനിക്ക് തോന്നുന്നു സീസൺ 3 മുതലാണ് പൈസ കൊടുത്തു തുടങ്ങിയത്. അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഫ്ലാറ്റ് ആയിരുന്നു, കോൺഫിഡൻറ്റിൻ്റെ ഫ്ലാറ്റായിട്ട് സാർ കൊടുക്കുന്നുണ്ടായിരുന്നത്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നത്. പിന്നെ എന്തോ ഫ്ലാറ്റിൻ്റെ ഡിലേ വരുന്നു എന്നുള്ളതുകൊണ്ട് പിന്നെ ഒരു പൈസയാക്കി. ഇപ്പം എല്ലാവർക്കും പൈസയാണ് കൊടുക്കുന്നത്, പ്രൈസ് മണിയാണ് കൊടുക്കുന്നത്. ഇന്നർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കരുതിക്കൊണ്ട് സാർ അത് അറിഞ്ഞ് അവർക്ക് പൈസയാണല്ലോ വേണ്ടത് എന്ന് കരുതിക്കൊണ്ട് ആ പൈസ കൊടുക്കാനുള്ളൊരു മനസ്സ്. മുന്നോട്ടും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. സാർ ഇത് വളരെ തമാശപൂർവ്വം സാറിൻ്റെ ഭാര്യ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഞാനില്ലാത്തൊരു കാലം വരുമ്പോൾ നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞ കാര്യമാണ്, ലാഭത്തിൻ്റെ വിഹിതം ഉണ്ടല്ലോ അത് ബിഗ് ബോസിലെ ഓരോ വിന്നേഴ്സിന് പ്രൈസ് മണിയായിട്ട് കൊടുക്കും, ബാക്കിയുള്ള എമൗണ്ട് രോഗികൾക്ക് ദാനം ചെയ്യുന്നു. ഇത് ഭാര്യ പറഞ്ഞതാണ്. ശരിക്കും ഈ ഭാര്യയുടെ വാക്കുകൾ റോയ് സാറിന് ഭയങ്കര ഷോക്കായി എന്നൊക്കെ സാറ് തന്നെ ഒരാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഉറപ്പിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇത്ര ഉറപ്പിച്ച് പറഞ്ഞത്. ഇനിയുള്ള വർഷങ്ങളിലും ബിഗ് ബോസിൻ്റെ പ്രൈസ് മണി കിട്ടുന്നത് സാറിൻ്റെ പേരിൽ തന്നെയായിരിക്കും, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ പ്രൈസ് മണി തന്നെയായിരിക്കും.